ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് DC മിഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ DC ജനറേറ്റർ? കോർക്ക് സ്ക്രൂ റൂൾ, റൈറ്റ് ഹാൻഡ് പാം റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക, ഏതാണ് ആൻസർ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ മാർക്ക് ചെയ്യാം. ചാറ്റിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്രത്തോളം ഈ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതും, പിന്നെ നമ്മൾ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം സ്പീഡിൽ അത് ആൻസർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യാം. സുഖമായിട്ട് ആൻസർ മാർക്ക് ചെയ്തിട്ട് പോട്ടോ. ഓക്കെ, എന്താണ് വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ DC ജനറേറ്റർ? അല്ലെ, കോർക്ക് സ്ക്രൂ റൂള്, റൈറ്റ് ഹാൻഡ് പാം റൂള്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലേതായിരിക്കും നമ്മളെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും? ഏത് റൂളാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMFന് വേണ്ടി, ഒരു DC ജനറേറ്ററിന്റെ ഇൻഡ്യൂസ്ഡ് EMF പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് റൂളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക? കോർക്ക് സ്ക്രൂ റൂൾ ഉണ്ട്, റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ പറയുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് കോർക്ക് സ്ക്രൂ റൂള്. അപ്പൊ കോർക്ക് സ്ക്രൂ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോർക്ക് സ്ക്രൂ റൂൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഒരു സോളിനോട് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന സമയത്ത് ആ ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർക്ക് സ്ക്രൂ റൂൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഉള്ളത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും ആണ്. റൈറ്റ് ഹാൻഡ് പാം റൂളും ആണെന്നുണ്ട്, നാളെ രണ്ടും നമുക്ക് ആവശ്യമുള്ളതല്ല. പിന്നീട് നമ്മളെ ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. രണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മളെ ഈ ഒരു ഇതിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ തേർഡ് മോഡ്യൂൾ, നമ്മളെ മാഗ്നറ്റിസം എന്ന് പറയുന്ന മോഡ്യൂളിലും ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട് അല്ലെ, രണ്ട് റൂൾ ഉണ്ട്. അപ്പൊ ഇതില് രണ്ട് റൂളും നമ്മളെ ഒരുപോലെയാണ് വരുന്നത്. ഇപ്പൊ ചിത്രത്തിൽ കാണുന്ന പോലെ ത്രസ്റ്റ് മോഷൻ, അത് ത്രസ്റ്റ് ഓർ മോഷൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാതെ പ്രധാനമായിട്ടും ഉണ്ടാവുക. ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് രണ്ട് റൂള് പറയുമ്പോഴും. രണ്ടിലും എന്ത് ചെയ്യാണ്, നമ്മളെ രണ്ട് കൈ വെച്ച് കഴിഞ്ഞാലും, അതായത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചാലും റൈറ്റ് ഹാൻഡ് വെച്ചാലും നമുക്ക് കാണുമ്പോൾ മൂന്ന് വിരൽ എടുക്കുന്നത് ഇതുപോലെ ആയിരിക്കും. അതായത് നമ്മളെ തമ്പ്, മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ എടുത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം തമ്പ് എന്ന് പറയുന്നത് ത്രസ്റ്റ് ഓർ മോഷൻ പറയും, മാഗ്നറ്റിക് ഫീൽഡിനെ പറയും, അതുപോലെ തന്നെ എന്ത് നമ്മൾ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയും, ആൻഡ് മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറന്റിനുമാണ് പറയുന്നുണ്ടാവും അല്ലെ. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറന്റിനുമാണ് നമ്മൾ പറയുന്നുണ്ടാവും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ജനറേറ്ററിന്റെ, അതായത് ജനറേറ്റർ എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് പറയേണ്ടത് അല്ലെ. ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അല്ലെങ്കിൽ കറന്റിനെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് കേട്ടോ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പൊ എന്തിനാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമുക്ക് എന്തിനാണ്, മോട്ടോറിൽ ആ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ ആകുമ്പോൾ തമ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമാണ് പറയുന്നത്. അപ്പൊ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അനുസരിച്ചിട്ട് നമ്മളെ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം പറയുന്നത്. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം എന്താ പറയുന്നത്, നമ്മൾ അവിടെ കൊടുക്കുന്ന കറന്റും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും, അവിടെ എങ്ങനെയാണ്, ഏത് ഡയറക്ഷനാണോ കറന്റ് കൊടുക്കുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണോ ആ രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, അവിടെ ഉണ്ടാവുന്ന നമ്മളെ ആ ഒരു മോട്ടോറിന് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണെന്നാണ് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ മോട്ടോർ റൂൾ എന്നാണ് അറിയപ്പെടുന്നത്, അത് മോട്ടോറിന് വേണ്ടിയിട്ടും. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ജനറേറ്ററിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. രണ്ടും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, എന്താണ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? BLV വോൾട്സ്, BLV സൈൻ തീറ്റ വോൾട്സ്, BLV സൈൻ തീറ്റ വോൾട്ട്, BL സൈൻ തീറ്റ വോൾട്ട് ആണ് ഓപ്ഷൻ ബി. ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് BLV സൈൻ തീറ്റ വോൾട്ട്, ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് BLV കോസ് തീറ്റ വോൾട്സ്. അപ്പൊ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF അല്ലെ, നമ്മൾ സാധാരണ ഒരു ജനറേറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറേറ്ററിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ട്രാൻസ്ഫോമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണെന്ന് പറയാം. അപ്പൊ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആകുമ്പോൾ
അവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ, നമ്മൾ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് ശരിക്കും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും, ആ ഒരു മൂവ്മെന്റ് കാരണമാണ് എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു മൂവ്മെന്റ്, ആ ഒരു മൂവ്മെന്റ് കാരണമാണെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ജനറേറ്ററിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് BLV sin θ വോൾട്ട് എന്നാണ് കേട്ടോ. BLV sin θ വോൾട്ട് എന്നാണ്. ആൻസർ എല്ലാവരും മാർക്ക് ചെയ്യും കേട്ടോ, ആൻസർ എല്ലാവരും മാർക്ക് ചെയ്യും. നമുക്ക് അത്യാവശ്യം എന്നിട്ടല്ല 1-2 പേര് മാത്രമേ ആൻസർ ഒന്ന് മാർക്ക് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് എല്ലാവരും ആൻസർ മാർക്ക് ചെയ്യും. ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്ലിയർ ആവുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ആൻസർ ഒന്ന് മാർക്ക് ചെയ്തോളൂ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പറോളം നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് അവൈലബിൾ ആണ്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അല്ലാതെ വരുന്നതെല്ലാം നമ്മൾ നിമി പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻസ് അല്ല, കൂടുതലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 2020 ശേഷം നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ DC ജനറേറ്ററിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. E = BLV sin θ ആണ് ഉണ്ടാവുക. ആൻഡ് E = ഇൻഡ്യൂസ്ഡ് EMF and B = flux density in magnetic field in Tesla. Flux density of magnetic field in Tesla. And L = length of conductor in meters, and B = velocity of conductor in meter per second. Okay. Next question. In DC machine, the yoke is made of cast steel, soft iron, silicon steel, none of the above. In DC machine, the yoke is made of cast steel, soft iron, silicon steel, none of the above. അപ്പൊ ഏതായിരിക്കും നമ്മളെ യോക്ക് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്? യോക്ക് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതായിരിക്കും? ഈ മെറ്റീരിയലിന്റെ കൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നുള്ളത്, ഏതൊക്കെ എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അപ്പൊ ഈ യോക്ക് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് സ്റ്റീൽ ഉണ്ട്, സോഫ്റ്റ് അയൺ ഉണ്ട്, സിലിക്കൺ സ്റ്റീൽ ഉണ്ട്, ആൻഡ് നൺ ഓഫ് ദ അബോവ് അല്ലെ. അപ്പൊ നമുക്ക് ആൻസർ അറിയാം ഏതാണ് യോക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ കാസ്റ്റ് അയണോ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീലോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ആ ഒരു മോട്ടർ ഏതാണോ, അല്ലെങ്കിൽ ആ മെഷീൻ ഏതാണോ, DC മെഷീൻസിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ് പറയുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കാസ്റ്റ് സ്റ്റീൽ ആണോ കാസ്റ്റ് അയൺ ആണോ അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ കാസ്റ്റ് സ്റ്റീൽ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു DC മെഷീന്റെ യോക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സിലിക്കൺ സ്റ്റീൽ ആണുള്ളത്. സിലിക്കൺ സ്റ്റീൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. സിലിക്കൺ സ്റ്റീൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? സിലിക്കൺ സ്റ്റീൽ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മളെ കോറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ഇതുപോലെ മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. ബോഡി അല്ലെങ്കിൽ ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്മാൾ മെഷീൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ചെറിയ മെഷീൻസിനൊക്കെ കാസ്റ്റ് അയൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ഓപ്ഷൻ നോക്കുക, എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ ഇതിൽ നമ്മളോട് അങ്ങനെ സ്മാൾ മെഷീൻ എന്നോ ലാർജ് മെഷീൻ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് DC മെഷീൻ ഇത് യോക്ക് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്ന് മാത്രമാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ. അപ്പൊ നമുക്ക് കാസ്റ്റ് സ്റ്റീൽ എന്ന് എഴുതാം, കാരണം നമ്മുടെ കാസ്റ്റ് അയൺ ഓപ്ഷൻ വരുന്നില്ല. ഇനി അങ്ങനെയല്ല, കാസ്റ്റ് അയൺ ഓപ്ഷൻ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവിടെ രണ്ടും കൂടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും കാസ്റ്റ് അയൺ ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടി വരും കേട്ടോ. സ്മാള് മീഡിയം ഒന്നും പറഞ്ഞിട്ടില്ല, സ്മാള് ലാർജ് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ കാസ്റ്റ് അയൺ എന്ത് ചെയ്താൽ മതി, ആൻസർ എഴുതിയാൽ മതി. അങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് തന്നെ ചോദിക്കും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോൾഡ് സ്റ്റീൽ എന്ന് പറയുന്നതും ഒരു ഓപ്ഷനിൽ വരുന്ന സാധനമാണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ റോൾഡ് സ്റ്റീൽ വന്നിട്ടുണ്ട്. ബോഡി, ഫ്രെയിം, യോക്ക്, ലാർജ് മെഷീൻസിന് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റോൾഡ് സ്റ്റീൽ ആണ് കേട്ടോ. റോൾഡ് സ്റ്റീൽ ആണ് നമ്മൾ വലിയ മെഷീൻസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. റോൾഡ് സ്റ്റീൽ ആയിരിക്കും. ഇനി പോൾ കോറോ അല്ലെങ്കിൽ പോൾ ഷൂ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാസ്റ്റ് സ്റ്റീൽ ആണ് നിർമ്മിക്കുന്നുണ്ടായിരിക്കുക. പോൾ കോർ അല്ലെങ്കിൽ പോൾ ഷൂ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാസ്റ്റ് സ്റ്റീൽ നിർമ്മിക്കാം. എന്നാൽ ഇപ്പൊ ഉള്ളത് ഈ പോൾ കോറും പോൾ ഷൂ ഒക്കെ നമ്മൾ ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നത്, ലാമിനേറ്റഡ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീലുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പോൾ കോറിനും പോൾ ഷൂവിനും വേണ്ടിയിട്ട് നമ്മൾ മോഡേൺ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആർമേച്ചർ കോർ ആകുമ്പോൾ ലാമിനേറ്റഡ് സ്റ്റീൽ അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീൽ എന്നൊക്കെ പറയാം കേട്ടോ. ആർമേച്ചർ കോർ നിർമ്മിക്കാൻ വേണ്ടി ലാമിനേറ്റഡ് സ്റ്റീൽ അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീൽ ആയിരിക്കും. കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ ഹാർഡ് ഓൺ കോപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്ററിന് വേണ്ടി കോപ്പർ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ബ്രഷ് ആണ് എന്നുണ്ടെങ്കിൽ സ്മാൾ മെഷീൻസിന് കാർബൺ അല്ലെങ്കിൽ കോപ്പർ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ കൂടുതലായിട്ടും കാർബൺ ആണ് യൂസ് ചെയ്യുന്നത്. ഈ സ്പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്പാർക്കിംഗ് ആയിട്ട് ഒരു സെൽഫ് ലൂബ്രിക്കന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക കാർബൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നീട് എന്താണ്, ലാർജ് മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ ഗ്രാഫൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലാർജ് മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ ഗ്രാഫൈറ്റ് ആണ് എന്ത് ചെയ്യുക, ലാർജ് മെഷീൻസിൽ ബ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതെല്ലാം നമ്മൾ ആ ഒരു പാർട്സ് ആണ് കേട്ടോ. ഓരോന്നിന്റെ പാർട്സിന്റെ മെറ്റീരിയൽസ് ആണ് പറയുന്നത്. ഇനിയുണ്ട് നമ്മളെ വൈൻഡിങ്ങിന്റെ മെറ്റീരിയൽ ഏതാണ്, കോപ്പർ ആയിരിക്കും അല്ലെ. വൈൻഡിങ് കോപ്പർ ആയിരിക്കും.
കോപ്പർ ആയിരിക്കും. വൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വൈൻഡിങ് നമുക്ക് പറയാം ഇൻസുലേറ്റഡ് കോപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വാർണിഷ് ഇൻസുലേറ്റഡ് കോപ്പർ ആയിരിക്കും. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർണിഷ് ആണെന്ന് പറയാം. അതുപോലെ കമ്മ്യൂട്ടേറ്ററിന്റെ സെഗ്മെന്റുകളിൽ നമുക്ക് ഇൻസുലേഷൻ വരുന്നുണ്ട് അല്ലെ. കമ്മ്യൂട്ടേറ്ററിന്റെ സെഗ്മെന്റുകൾ, ആ കമ്മ്യൂട്ടേറ്ററിന്റെ സെഗ്മെന്റുകളിൽ വരുന്ന ഇൻസുലേഷൻ എന്ന് പറയുന്നതും ഏതാണ്, നമ്മൾ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെഡ്ജ് വരുന്നുണ്ട്. വെഡ്ജിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് മൈക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളെ വൈൻഡിങ്ങുകളിലൊക്കെ നമ്മൾ വെഡ്ജസ് കൊടുക്കുന്നുണ്ടായിരിക്കും. ആ വെഡ്ജസിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് മൈക്കാണ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽസ് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ഓരോരോ മെറ്റീരിയൽസ് നമ്മൾ എവിടെയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ പാർട്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. കാരണം കൺസ്ട്രക്ഷൻ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. കൺസ്ട്രക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർമേച്ചർ ഓഫ് എ DC മെഷീൻ ഈസ് ലാമിനേറ്റഡ് in order to reduce copper loss, eddy current loss, hysteresis loss and frictional loss അല്ലെ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്, ആർമേച്ചർ DC മെഷീൻസിന് ആർമേച്ചർ ലാമിനേറ്റഡ് സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെറിയ ഇതായിട്ട് ലാമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലാമിനേറ്റഡ് സ്റ്റീൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് അല്ലെ, കാരണം എന്താണ് നമുക്കറിയാം. എന്ത് ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാത്തിലും പഠിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ഇത് DC മെഷീൻസിൽ മാത്രമല്ല, ഒരു ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ നമ്മളെ AC മെഷീൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ കോർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഒരു സിംഗിൾ അയൺ പീസ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സിംഗിൾ ഒരു സിലിക്കൺ സ്റ്റീൽ പീസ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്തായിരിക്കുക, അത് ലാമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റീൽ പീസുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇങ്ങനെ ലാമിനേറ്റഡ് ആയിട്ടുള്ള പീസുകൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ലാമിനേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടൊരു പീസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ആ ഇലക്ട്രിസിറ്റി കാരണം അതിലൂടെ എന്ത് ചെയ്യും, ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ ഉണ്ടായിരിക്കും. കാരണം ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഉണ്ടായിരിക്കും. ഈ ഫ്ലോ കാരണം അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഹീറ്റ് കാരണം നമുക്ക് അവിടെ ഒരു എനർജി വേസ്റ്റേജ് ഉണ്ടാവും. അപ്പൊ ശരിക്കും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് എനർജി വേസ്റ്റേജ് ആണ് സംഭവിക്കുന്നത്. ആ ഹീറ്റ് എനർജി വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജി വേസ്റ്റേജ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെറിയ പീസുകളായിട്ട് ലാമിനേറ്റഡ് ഷീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹീറ്റ് എനർജി വേസ്റ്റേജിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത് അല്ലെ. എഡി കറന്റ് ലോസ്. അപ്പൊ എഡി കറന്റ് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലത്തെ ലാമിനേറ്റഡ് ഷീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എഡി കറന്റ് ലോസ് നമുക്കറിയാം, നമ്മൾ ആ ഇക്വേഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ തിക്നെസ് ഓഫ് ദ കോറിന് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ ഷീറ്റിന് എന്ത് ചെയ്യാണ്, സ്ക്വയർ ആയിട്ടാണ് അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ തിക്നെസ് കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എഡി കറന്റ് കൂടുന്നുണ്ടായിരിക്കും. അപ്പൊ എഡി കറന്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തിക്നെസ് കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലാമിനേറ്റഡ് ആയിട്ടുള്ള ഷീറ്റുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ലാമിനേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഇടയിൽ ഈ ഇൻസുലേഷൻ കൊടുത്തിട്ടില്ല, ഇൻസുലേറ്റഡ് ലാമിനേറ്റഡ് ആണ് അല്ലെ. അതിന് കൊടുക്കാനുള്ള കാരണമൊക്കെ എന്താണ്, ഒരു സിംഗിൾ പീസ് ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് അവിടെ ഉള്ളത് ഹിസ്റ്റെറിസിസ് ലോസ്, കോപ്പർ ലോസ്, ഫ്രിക്ഷണൽ ലോസ് ആണ്. കോപ്പർ ലോസ് നമുക്കറിയാം വൈൻഡിങ് കാരണം അല്ലെ, വൈൻഡിങ് കാരണം ഉണ്ടാവുന്നതാണ്. I²R എന്ന് പറയുന്ന ലോസ് ആണ് എന്ത് ചെയ്യുന്നത്, കോപ്പർ ലോസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിലധികം ലോസസ് അങ്ങനെ പഠിക്കാനില്ല. പിന്നെ എഡി കറന്റ് ലോസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് കേട്ടോ. ലോസസ് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറില്ല. ലോസ് നമുക്ക് അങ്ങനെ പഠിക്കാനുള്ള അല്ല DC മെഷീൻസിന്റെ കേസിൽ. പിന്നെ ഹിസ്റ്റെറിസിസ് ലോസ് ആണ്. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മെറ്റീരിയൽ ആണ് നോക്കേണ്ടത് അല്ലെ. ഹിസ്റ്റെറിസിസ് ലോസ് നമുക്ക് മെറ്റീരിയൽ ആണ് നോക്കേണ്ടത്. ആ മെറ്റീരിയലിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ഹിസ്റ്റെറിസിസ് ലോസ് വരുന്നുണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഹിസ്റ്റെറിസിസ് ലോസിൽ മാറ്റം സംഭവിക്കാം. അപ്പൊ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രിക്ഷണൽ ലോസ് ആണുള്ളത്. ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഫ്രിക്ഷണൽ ലോസ് ഉണ്ടാവും അല്ലെ. ഫ്രിക്ഷണൽ ആൻഡ് വിൻറ്റേജ് ലോസ് എന്ന് പറയുന്നത് ആ ഷാഫ്റ്റിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന വസ്തുവിന് ആ ഒരു റൊട്ടേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ലോസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്, എഡി കറന്റ് ലോസ്. ദ ആർമേച്ചർ ഓഫ് എ DC മെഷീൻ ഈസ് ലാമിനേറ്റഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് എഡി കറന്റ്. ലെഫ്റ്റ് എഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാമിനേറ്റഡ് ഷീറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. The function of a pole shoes in a DC machine is, the function of a pole shoes in a DC machine is to increase field winding resistance, to decrease field winding resistance, to increase the armature winding resistance, uniform distribution of flux. ഇപ്പൊ എന്താ ചോദിച്ചുള്ളത്, the function of a pole shoes in a DC machine. DC മെഷീൻസിലെ ഒരു pole shoeന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. DC മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് പ്രോബ്ലം എന്ന് കമന്റിൽ പറയൂ കേട്ടോ. എന്താ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റൈസ് ചെയ്ത് എന്തേ പറ്റി. എന്താ പറയുന്നത്, ഫംഗ്ഷൻ ഓഫ് എ പോൾ ഷൂസ് ഇൻ എ DC മെഷീൻ അല്ലെ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ടു ഇൻക്രീസ് ദ ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ്, ടു ഡിക്രീസ് ദ ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ്,
ആൻഡ് ടു ഇൻക്രീസ് ദ ആർമേച്ചർ വൈൻഡിങ് റെസിസ്റ്റൻസ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ്. അപ്പൊ ഇതാണ് നമ്മളെ പോൾ ഷൂ അല്ലെ. പോൾ എന്ന് പറയുന്ന ഭാഗം, പോൾ കോർ ആൻഡ് പോൾ ഷൂ എന്ന് പറയുന്ന ഭാഗം ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗമായിരിക്കും. അതായത് നമ്മൾ ആ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം എങ്ങനെയാണ് പോൾ ഷൂവിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ആർമേച്ചർ എന്നുണ്ടെങ്കിൽ ഈ ആർമേച്ചറിന് ഇപ്പൊ നമ്മൾ പോൾ ഇതാണ് അല്ലെ, പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഞാൻ ജസ്റ്റ് പോൾ ഷൂ ആയിട്ട് വരയ്ക്കുന്നില്ല, ജസ്റ്റ് പോൾ ഒന്നിച്ച് വരയ്ക്കുകയാണ്, സ്ട്രക്ചർ മാത്രം അവിടെ വരയ്ക്കുകയാണ്. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പോളുകൾ ഉണ്ടാവുക അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ പോളുകൾ പ്ലേസ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അടുത്തത് ഇവിടെ ഇങ്ങനെ വരാം, നെക്സ്റ്റ് ഇവിടെ ഒന്ന് വരാം അല്ലെ, ഇങ്ങനെ ഒന്ന് വരാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു 4 പോൾ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കാം, ഈ ഫ്ലക്സ് ഉണ്ടാവും അല്ലെ, ഇവിടെ ഫ്ലക്സ് ഉണ്ടാവും. ഫ്ലക്സ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ സാധനം നിൽക്കുന്നത്. ഇവിടെ ഒരു ഷേപ്പ് കണ്ടോ, ഒരു കർവേച്ചർ വരുന്നുണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലക്സിന് എന്ത് ചെയ്യും, എല്ലാ ഭാഗങ്ങളിലും കോമൺലി ഡിസ്ട്രിബ്യൂഷൻ അല്ല സംഭവിക്കുന്നതായിരിക്കും ഫ്ലക്സിൻ്റെത്. കാരണം ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറച്ച് എയർ ഗ്യാപ്പ് കൂടുതലായിരിക്കും, മറ്റു ഭാഗത്ത് എന്ത് ചെയ്യും, എയർ ഗ്യാപ്പ് കുറഞ്ഞു വരും. അപ്പോൾ സാധാരണ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമല്ല, ആർമേച്ചർ എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പൊ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തിന്റെ അതേ ഷേപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോളിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോൾ ഷൂസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പോൾ ഷൂസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ് ആണ് കേട്ടോ. ഫ്ലക്സിന്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോൾ ഷൂസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പോൾ കോറുകൾ ഉണ്ട്, പോൾ കോറുകൾ കഴിഞ്ഞ് പോൾ ഷൂസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്താണ്, ആ ഒരു പോളിന് ഡിസ്ട്രിബ്യൂഷൻ, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള ഒരു ഇത് അവിടെ യൂസ് ചെയ്യുന്നത്, പോൾ ഷൂസ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോള് മാത്രം മതി. ആ പോളിന് പുറമെ, പോൾ കോറിന് പുറമെ ആയിട്ട് ഒരു പോൾ ഷൂസ് ആയിട്ട് നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഓപ്ഷൻസ് ടു ഇൻക്രീസ് ദ ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് എന്നാണ്. ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ അതിൽ ജസ്റ്റ് നമുക്കൊന്നും അതിൽ ആഡ് ചെയ്യുന്നില്ല അല്ലെ. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ എന്താണ് ലെങ്ത് ഇൻക്രീസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണം. വൈൻഡിങ്ങിന്റെ പറയുന്നത്. അപ്പോൾ വൈൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിനുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കുക. ഇനി ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ തന്നെയാണ്. നമ്മൾ ആർ ഇസ് ഈക്വൽ ടു എന്താണ്, അല്ലെങ്കിൽ ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആ ഇക്വേഷൻ പ്രകാരമായിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കുക. ഇനി ആർമേച്ചർ വൈൻഡിങ് റെസിസ്റ്റൻസ് എന്നാണ് അടുത്ത പറഞ്ഞത്. അവിടെ വീണ്ടും റെസിസ്റ്റൻസിന്റെ കാര്യമാണ് പറയുന്നത്. റെസിസ്റ്റൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നില്ല അല്ലെ. നമ്മൾ പോൾ ഷൂവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല. പോൾ ഷൂ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അതിൽ വൈൻഡിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ വൈൻഡിങ്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അവിടെ ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും, ആർമേച്ചറിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരുപോലെ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും, ഈ പോൾ ഷൂവിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഫംഗ്ഷൻ ഓഫ് പോൾ ഷൂസ് ഇൻ എ ഡി സി മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ് ആണ് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. നെക്സ്റ്റ് പോൾ ഷൂസ് അല്ലെ. അപ്പോൾ പോൾ ഷൂസ് നമ്മൾ പറഞ്ഞു എന്താണ്, ഫീൽഡ് മാഗ്നറ്റ് ഫോളും കോറും അതിന് ഷൂവും കൂടി വരുന്നതാണ്. കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീലോട്ടാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോൾ ഷൂ എന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീലും ആണ് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ രണ്ട് മെറ്റീരിയൽ ആണ്. പോൾ ഷൂ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കും, ആൻഡ് പോൾ കോർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു സോളിഡ് പീസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഇപ്പൊ അത് മാറി, ഇപ്പൊ രണ്ടും എന്ത് ചെയ്യാണ്, ഒരേപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സിലിക്കൺ സ്റ്റീൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ പോൾ ഷൂല് ലാമിനേറ്റഡ് സ്റ്റീൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും, അവോയ്ഡ് എഡി കറന്റ് ലോസ്. അതുപോലെ തന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം, പോൾ ഫേസിലേക്ക് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും പോൾ ഷൂല് ഉപയോഗിക്കുക. കൗണ്ടർ ശംഖു സ്ക്രൂ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് ഫാസ്റ്റും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിന്റെ മെറ്റീരിയലും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഒരു ഫംഗ്ഷൻ, അതുപോലെ തന്നെ അതിൽ എഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, ഇൻ ഡി സി മെഷീൻ ദ ആർമേച്ചർ വൈൻഡിങ് ഈസ് പ്ലേസ്ഡ് ഓൺ റോട്ടോർ ടു റെഡ്യൂസ് ദ ആർമേച്ചർ റിയാക്ഷൻ, ഫെസിലിറ്റേറ്റ് കമ്മ്യൂട്ടേഷൻ, സേവ് അയൺ, റെഡ്യൂസ് ലോസസ് എന്ന ക്വസ്റ്റ്യനിലെ ഇൻ ഡി സി മെഷീൻ ദ ആർമേച്ചർ വൈൻഡിങ് ഈസ് പ്ലേസ്ഡ് ഓൺ റോട്ടോർ ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഡി സി മെഷീനിൽ ആർമേച്ചർ വൈൻഡിങ് റോട്ടോറിലേക്ക് പ്ലേസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ കാണാം ഡി സി മെഷീൻസ് നോക്കുകയാണെന്ന സമയത്താണ് നമ്മൾ അവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ആർമേച്ചർ വൈൻഡിങ് റോട്ടറിൽ കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ജനറേറ്ററിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് റോട്ടറിനകത്താണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തെ ലോഡിലേക്ക് എടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ലോഡിലേക്ക് എടുക്കുന്നത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ ഏത് ലോഡാണോ കൊടുക്കുന്നത് ആ ലോഡിന് അനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ലോഡ് കറണ്ട് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രഷുകളും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അത്രയും ആർമേച്ചറിൽ കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുള്ള അതാണ്. ആർമേച്ചറിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അത്രയും കറന്റ് എന്ത് ചെയ്യേണ്ടത്, കടത്തി വിടാൻ പറ്റുന്ന ഒരു ആർമേച്ചർ നമ്മൾ യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോസും കാര്യങ്ങളൊക്കെ അവിടെ
അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലോസ് കൂടുതലായിട്ട് വരും. കാരണം നമ്മൾ കാർബൺ ബ്രഷൻസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുന്നത് ആർമേച്ചർ വൈൻഡിങ് എന്തുകൊണ്ട് റോട്ടോറിൽ പ്ലേസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് റെഡ്യൂസ് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ റിയാക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു കമ്മ്യൂട്ടേറ്ററിൽ കൊടുത്തുകൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നൊന്നും ഇല്ല. സോറി, കമ്മ്യൂട്ടേറ്ററിൽ ഇതിലേക്ക് ആർമേച്ചർ വൈൻഡിങ് കൊടുത്തുകൊണ്ട് റോട്ടറിൽ കൊടുത്തുകൊണ്ട് കമ്മ്യൂട്ടേഷൻ എന്ത് ചെയ്യില്ല, നമുക്ക് അവിടെ മാറ്റം വരുന്നില്ല. പിന്നീട് പറഞ്ഞത് നമ്മളിപ്പോൾ ആർമേച്ചർ വൈൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ് നേരെ നമ്മളെ കമ്മ്യൂട്ടേറ്ററുമായിട്ട് കണക്ട് ചെയ്യും. ഈ കമ്മ്യൂട്ടേറ്ററിലേക്കാണ് നമ്മൾ ബ്രഷ് കണക്ട് ചെയ്യുക. ഈ ആർമേച്ചർ വൈൻഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? AC ആയിരിക്കും അല്ലെ. ആർമേച്ചർ വൈൻഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി AC ആവും. ഈ AC-നെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആരാണെന്ത്? കമ്മ്യൂട്ടേറ്റർ ആണ് അല്ലെ. കമ്മ്യൂട്ടേറ്റർ ആണ് AC-നെ എന്ത് ചെയ്യുന്നത്? DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കമ്മ്യൂട്ടേറ്റർ കൺവേർട്ട് ചെയ്തിട്ട് AC-നെ DC-യിലേക്ക് ആക്കി മാറ്റിയാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു DC ജനറേറ്ററിനകത്ത് DC ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. ഒരു DC ജനറേറ്ററിനകത്ത് DC ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? റൊട്ടേഷൻ നടക്കണം അല്ലെ. റൊട്ടേഷൻ നടന്നാലേ, കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അവിടെ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് നടക്കുള്ളൂ. അപ്പൊ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു കമ്മ്യൂട്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആർമേച്ചർ വൈൻഡിങ് റോട്ടോറിൽ പ്ലേസ് ചെയ്യുന്നത്. ആർമേച്ചർ വൈൻഡിങ്ങോടെ റോട്ടോറിൽ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ സേവ് അയൺ ആൻഡ് റെഡ്യൂസ് ലോസസ് എന്നാ പറഞ്ഞത്. രണ്ടും നമുക്ക് അതിൽ വരുന്നുണ്ടാവില്ല. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഫെസിലിറ്റേറ്റ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ദ ഡാഷ് ഈസ് ടു ഫെസിലിറ്റേറ്റ് കളക്ഷൻ ഓഫ് കറന്റ് ഫ്രം ദ ആർമേച്ചർ കണ്ടക്ടർ ഈസ് യോക്ക്, കമ്മ്യൂട്ടേറ്റർ, പോള് ആൻഡ് ബ്രഷ് അല്ലെ. ദ ഫംഗ്ഷൻ ഓഫ് ഡാഷ് ഈസ് ടു ഫെസിലിറ്റേറ്റ് കളക്ഷൻ ഓഫ് കറന്റ് ഫ്രം ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ആർമേച്ചർ കണ്ടക്ടറിൽ നിന്നും കറന്റ് കളക്ട് ചെയ്യുന്നത് ആരാണെന്ന ക്വസ്റ്റ്യൻ അല്ലെ. ആ ഒരു കളക്ഷൻ ഓഫ് കറന്റ് നടക്കുന്നത് ആരത്താണ് അല്ലെ. അപ്പൊ യോക്ക്, കമ്മ്യൂട്ടേറ്റർ, പോൾ ആൻഡ് ബ്രഷ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഫംഗ്ഷൻ ഓഫ് ദ ഡാഷ് ടു ഫെസിലിറ്റേറ്റ് കളക്ഷൻ ഓഫ് കറന്റ് ഫ്രം ദ ആർമേച്ചർ കണ്ടക്ടർ. ആർമേച്ചർ കണ്ടക്ടറിൽ നിന്നും കറന്റ് കളക്ട് ചെയ്തിട്ട് പുറത്ത് നമ്മുടെ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്നത്. പുറത്ത് നമ്മൾ സർക്യൂട്ടിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം, ബ്രഷ് ആണ് പുറത്ത് സർക്യൂട്ടിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കുക. അവിടെ പുറത്ത് സർക്യൂട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആരെയാണ്? ബ്രഷിനെയാണ് കണക്ട് ചെയ്യുന്നത്. എന്നാൽ കറന്റ് കളക്ട് ചെയ്യുന്നത് ആരാണ്? ആർമേച്ചർ കണ്ടക്ടറിൽ നിന്നും കറന്റ് കളക്ട് ചെയ്യുന്നത് ആരാണ്? കമ്മ്യൂട്ടേറ്റർ ആണ് കേട്ടോ. കമ്മ്യൂട്ടേറ്ററുകളാണ് എന്ത് ചെയ്തത്, ആർമേച്ചർ കണ്ടക്ടറിൽ നിന്നും കറന്റിനെ കളക്ട് ചെയ്യുന്നത്. അപ്പൊ കറന്റിനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ആ ഒരു അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ബ്രഷുകൾ എന്ത് ചെയ്യാണ്, ആ ബ്രഷുകൾ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിക് സപ്ലൈ പുറത്തേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഫെസിലിറ്റേറ്റ് ദ കളക്ഷൻ ഓഫ് കറന്റ് ഫ്രം ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർമേച്ചർ കണ്ടക്ടേഴ്സ് നിന്ന് കറന്റ് കളക്ട് ചെയ്യുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബ്രഷ് ഒരു ഡൗട്ട് ആവേണ്ട ആവശ്യമില്ല. കാരണം ആർമേച്ചർ കണ്ടക്ടറിന് ഡയറക്റ്റ് അല്ല ബ്രഷ് കളക്ട് ചെയ്യുന്നത്. ബ്രഷ് കളക്ട് ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്ററിൽ നിന്നും പുറത്തേക്കാണ്, ഔട്ട്പുട്ടിലേക്കാണ് കറന്റ് കളക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആർമേച്ചർ കണ്ടക്ടറിൽ നിന്നും കറന്റ് കളക്ട് ചെയ്യുന്നത് ആരാണ്? കമ്മ്യൂട്ടേറ്ററുകളാണ് എന്ത് ചെയ്യുന്നത്, ആർമേച്ചർ കണ്ടക്ടറിൽ നിന്നും കറന്റ് കളക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ തന്നിട്ടുള്ള ഓപ്ഷനില് യോക്ക്, പോള്, ബ്രഷ്. പോള് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ഫീൽഡ് മാഗ്നറ്റ് ആണ്. ആ ഫീൽഡ് മാഗ്നറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയാം. പിന്നെ ഉള്ളത് യോക്കാണ്. യോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പുറം ഭാഗം അല്ലെ, ആ ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. യോക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് എന്താണ് അവിടെ ഒരു ലോ റിലക്റ്റൻസ് പാത്ത് ആയിട്ട്, കാരണം നമ്മൾ ഫീൽഡ് വരുന്നത് എവിടെ, യോക്കിലേക്കായിരിക്കും ഡയറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു മാഗ്നറ്റിക് പാത്ത് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്, യോക്കിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നീട് നമുക്ക് അവിടെ വരുന്നത് ബ്രഷ് ആണ്. ബ്രഷ് എന്ന് പറയുമ്പോൾ എന്താണ്, കറന്റിനെ കളക്ട് ചെയ്യുന്നതാണ്. എവിടെ നിന്നാണ്, നമ്മൾ കമ്മ്യൂട്ടേറ്ററിൽ നിന്നും കറന്റിനെ കളക്ട് ചെയ്ത് ലോഡിലേക്ക് കൊടുക്കുന്നത് ആരാണ്, ബ്രഷ് ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബ്രഷ് കമ്മ്യൂട്ടേറ്ററിൽ നിന്നും കറന്റിനെ കളക്ട് ചെയ്തിട്ട് ലോഡിലേക്ക് കൊടുക്കുക. ഇനിയിപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ദ ഫംഗ്ഷൻ ഓഫ് ദ ഡാഷ് ടു ഫെസിലിറ്റേറ്റ് കളക്ഷൻ ഓഫ് കറന്റ് ഫ്രം കറന്റ് എന്ന് മാത്രമാണ് ചോദ്യം ചോദിച്ചെന്നുണ്ടെങ്കിൽ, കളക്ഷൻ ഓഫ് കറന്റ് എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും കളക്ഷൻ ഓഫ് കറന്റ് എന്ന് പറയുന്നത് ബ്രഷ് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ആർമേച്ചർ കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട ആൻസർ ബ്രഷിന്റെ ആണ്. കാരണം ബ്രഷ് ആണ് എന്ത് ചെയ്യുന്നത്, കറന്റ് കളക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആർമേച്ചർ കണ്ടക്ടറിൽ നിന്നും ആരാണ് കളക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കമ്മ്യൂട്ടേറ്ററിന്റെ പേര് അവിടെ വന്നത് അല്ലെ, കമ്മ്യൂട്ടേറ്റർ എന്നോടെ വന്നത്. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുമ്പോൾ ഈച്ച് സെഗ്മെന്റ് ഒരു നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് കോപ്പർ സെഗ്മെന്റുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നുണ്ടായിരിക്കുക. ഓരോ കോപ്പർ സെഗ്മെന്റുകൾക്കും ഇടയിൽ ഒരു മൈക്ക ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. 0.8 mm തിക്നെസ്സിൽ ഒരു മൈക്ക ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ഈച്ച് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ ആർമേച്ചർ കണ്ടക്ടർ ബൈ മീൻസ് ഓഫ് കോപ്പർ ലെഗ് ഓർ റൈസർ അല്ലെ.
നമുക്ക് ആർമേച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതാണ് നമ്മുടെ കോപ്പർ ലെഗ് അല്ലെങ്കിൽ റൈസർ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടക്ടർ കൊടുക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു കണ്ടക്ടർ കൊടുക്കുന്ന സമയത്ത് എന്താണ്, അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ കൊടുക്കുന്ന, അത് ശരിക്കും AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ആ AC സപ്ലൈനെ നമ്മൾ ബ്രഷ് എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഔട്ട്പുട്ടിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പുറത്ത് ഔട്ട്പുട്ടിലേക്ക് എടുക്കണം. കാരണം ആർമേച്ചർ കണ്ടക്ടറിലെ AC ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. കമ്മ്യൂട്ടേറ്ററിലേക്ക് എത്തി കമ്മ്യൂട്ടേറ്ററിന് പുറത്തേക്ക് ബ്രഷ് എടുക്കുമ്പോഴേ അത് എന്തായിട്ട് മാറുന്നുള്ളൂ, DC ആയിട്ട് മാറുന്നുള്ളൂ അല്ലെ. To prevent them from flying out under the action of centrifugal force, the segment have a V grooves. ആ ഒരു സെഗ്മെന്റിന് ഒരു V grooves ഉണ്ടായിരിക്കും. എന്താണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം അത് പുറത്തേക്ക് പോവാതിരിക്കാൻ, ഫ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of shape is used for carbon brushes in DC machine? Which type of shape is used for carbon brushes in DC machine? Triangular shape, square shape, cylindrical shape and സെമി സർക്കുലർ ഷേപ്പ് കേട്ടോ. അപ്പൊ ട്രയാങ്കുലർ, സ്ക്വയർ, സിലിണ്ടറിക്കൽ ആൻഡ് സെമി സർക്കുലർ ആണ് വന്നിട്ടുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് ഷേപ്പ് ഈസ് യൂസ്ഡ് കാർബൺ ബ്രഷസ് ഇൻ DC മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ളതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പ് എന്നൊക്കെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്താവുന്നതാണ്. സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു കാർബൺ ബ്രഷിന് വേണ്ടിയിട്ട്, കാർബൺ ബ്രഷിന്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ. ബ്രഷ് എന്ന് പറയുന്നത് എന്താണ്, കളക്ട് കറണ്ട് ഫ്രം കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബൺ ബ്രഷസ് യൂസ് ചെയ്യുന്നത്. കോപ്പർ, അതുപോലെ തന്നെ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ്, കോപ്പറോ കാർബണോ ഗ്രാഫൈറ്റോ ഉണ്ട്, ഗ്രാഫൈറ്റ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷസ് നിർമ്മിക്കുന്നുണ്ടായിരിക്കുക. ബ്രഷസ് നമ്മൾ എന്ത് ചെയ്യാണ്, സാധാരണ ലോ കറണ്ട് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ കാർബൺ ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാർബൺ ബ്രഷസിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്, സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി, ഹൈ റെസിസ്റ്റീവ് ആൻഡ് ഗുഡ് കമ്മ്യൂട്ടേഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഒരു കാർബൺ ബ്രഷസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a function of the magnetic frame in a DC generator? Which of the following is not a function of the magnetic frame in a DC generator? ആ ഒരു പുറത്തെ യോക്കിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇറ്റ് പ്രൊവൈഡ് ഹൈ റിലക്റ്റൻസ് പാത്ത് ഫോർ ഫ്ലക്സ്. ഇറ്റ് കാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ് ഇൻ ദ DC generator. It carries magnetic flux produced by the poles in the DC generator. It acts as a protective cover for the whole machine. And it provides mechanical support for the pole in the DC generator. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇതിൽ ഏതാണ് ആവാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ, ഏതാണ് നമുക്ക് വരാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ സാധാരണ ദ ഫംഗ്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്രെയിം ഇൻ DC ജനറേറ്റർ എന്നാണ് ചോദിച്ചത്. മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറയുമ്പോൾ അതിന്റെ പുറംഭാഗമാണ് കേട്ടോ. ആ ഒരു ഔട്ടർ കേസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഫ്രെയിം ആണ് ശരിക്കും പറയുന്നത്. ഫ്രെയിമിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫ്രെയിം നമ്മൾ കാസ്റ്റ് ചെയ്യണൊക്കെ വെച്ച് നമ്മൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ നിർമ്മിക്കുന്ന സമയത്ത് അതിനകത്തൊരു ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കണം. നമ്മൾ ഫ്രെയിമിന്റെ ഇത് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കണം അല്ലെ. ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കണം നമ്മൾ ഫ്രെയിം നിർമ്മിക്കുന്ന സമയത്ത്, അത് ലോ റിലക്റ്റൻസ് പാത്ത് ആയിരിക്കണം. കാരണം നമ്മളെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്ന, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മൂവ്മെന്റ്, അതായത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഒരു മൂവ്മെന്റ് മീഡിയം ആയിട്ട് ആരാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ആ ഒരു മാഗ്നറ്റിക് ഫ്രെയിമിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ലോ ഹൈ റിലക്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മൂവ്മെന്റ് നടക്കും ഇല്ല. അപ്പൊ ആ റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിനെ മൂവ്മെന്റിന് ഒപ്പം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഹൈ റിലക്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ റിലക്റ്റൻസ് പാത്ത് ഫോർ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. അപ്പൊ അതിൽ ആൻസർ തന്നെയാണ് വരുന്നത്, ഇറ്റ് പ്രൊവൈഡ് ഫോർ ഹൈ റിലക്റ്റൻസ് പാത്ത് ഫോർ ഫ്ലക്സ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള ഫംഗ്ഷൻ അല്ലാതെ വരുന്നത് കേട്ടോ. ഫംഗ്ഷൻ അല്ലാതെ വരുന്നത് ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുക, ഫംഗ്ഷൻ അല്ലാതെ വരുന്നുണ്ടാവുക. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത്, ഇറ്റ് കാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്ലക്സ് പോൾസ് ഇൻ ദ DC ജനറേറ്റർ എന്നാണ് പറഞ്ഞത്. ഇറ്റ് കാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ് ഇൻ ദ DC ജനറേറ്റർ. നമ്മൾ പറഞ്ഞു DC ജനറേറ്ററിൽ പോളുകളിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഏത് വഴിയെ കടന്നു പോകുന്നുണ്ടായിരിക്കുക, നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫ്രെയിം വഴിയെ കടന്നു പോകുക. അതുകൊണ്ടാണ് അത് ലോ റിലക്റ്റൻസ് പാത്തിൽ വേണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതൊരു റൈറ്റ് ആൻസർ ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെന്ന് പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചുള്ളത് നോട്ട് എ ഫംഗ്ഷൻ എന്നാണ്, ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പൊ അത് നമുക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഓൾഡ് മിഷൻ, ആ ഒരു ഓൾഡ് മിഷന്റെ പ്രൊട്ടക്റ്റീവ് കവർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കേണ്ട, ഫ്രെയിമിനെ തന്നെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറയുന്നത് കേട്ടോ. മാഗ്നറ്റിക് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇത് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് കവർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാം. മെക്കാനിക്കൽ സപ്പോർട്ട് പോൾസ് ഇൻ ദ DC. പോളുകൾ ഫിറ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, മെക്കാനിക്കൽ സപ്പോർട്ട്. പോളുകൾക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് നൽകുന്ന ആരാണ്, അല്ലെങ്കിൽ പോളുകൾ ഫിറ്റ് ചെയ്ത് വെക്കുന്ന എവിടെയാണ്, നമ്മൾ ഈ ഫ്രെയിമിലേക്കല്ല വെക്കുന്നത്. അതുകൊണ്ടല്ല ഫ്രെയിമിലൂടെ എന്ത് ചെയ്യുന്നത്, ഒരു ലോ റിലക്റ്റൻസ് പാത്ത് വഴി മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. അതുകൊണ്ട്
നമുക്ക് ഓപ്ഷൻ ഡി എന്ന് പറയുന്നതും ഇറ്റ് പ്രൊവൈഡ് എ മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ് ഇൻ എ DC ജനറേറ്റർ എന്ന് പറയുന്നതും അതും കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് BCD 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആ ഒരു എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഹൈ റിലക്റ്റൻസ് പാത്ത് ഫോർ ഫ്ലക്സ് എന്ന് പറയുന്നതാണ് എന്തിന് ഇതിലെ തെറ്റായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലോ റിലക്റ്റൻസ് പാത്ത് ഫോർ ഫ്ലക്സ് ആണ് എന്ത് ചെയ്യുക അവിടെ വരുന്നുണ്ടാവും കേട്ടോ. ഹൈക്ക് പകരം എന്തായിരിക്കും ലോ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഇറ്റ് പ്രൊവൈഡ്സ് ലോ റിലക്റ്റൻസ് പാത്ത് ഫോർ ഫ്ലക്സ് ആണ് അതിലെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ.